ഓക്കെ, നമുക്കിവിടെ ഔട്ട്ലൈൻ സെക്ഷൻ ഫോർമാറ്റിൽ ഔട്ട്ലൈൻ ഇങ്ങനെയാണ്. നമുക്ക് ഒ പി എന്നൊരു പോയിന്റ് ഉണ്ട്, അതിൻ്റെ കോർഡിനേറ്റ് എ ആണ്. ഒ ക്യു എന്നൊരു പോയിന്റ് ഉണ്ട്, അതിൻ്റെ കോർഡിനേറ്റ് ബി ആണ്. ഒ ആർ എന്നൊരു പോയിന്റ് ഉണ്ട്, അതിൻ്റെ കോർഡിനേറ്റ് ആർ ആണ്. അത് m/n എന്നുള്ള റേഷ്യോ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ ഡിവൈഡും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കാരണം അത് ഇന്റേണലി എന്ത് ചെയ്യുന്നതാണ്? ഡിവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ആർ ഡിവൈഡ് പി ക്യു സച്ച് ദാറ്റ് എന്തായിരിക്കും? എം ആർ ക്യു എന്ന് പറയുന്നത് എന്തായിരിക്കും? കാരണം ഇത്രയേ ഉള്ളൂ, ആർ ക്യു ബൈ പി ആർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? n/m എന്ന് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ഈ റേഷ്യോ വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, എന്താണ്? ആർ ക്യു ബൈ പി ആർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? n/m. കാരണം എന്തുകൊണ്ടാണ്? ആർ ക്യു എന്ന് പറയുന്നത് എന്നിന് പ്രൊപ്പോർഷനാണ്. പി ആർ എന്ന് പറയുന്നത്, ഈ പി ആർ എന്ന് പറയുന്നത് എമ്മിന് പ്രൊപ്പോർഷൻ. അതുകൊണ്ടാണ് ഈ റേഷ്യോ കിട്ടുന്നത്. അതിനുള്ളിൽ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ആഡ് ചെയ്താൽ വെക്ടർ ആർ ക്യൂവിന് പകരം നമുക്ക് ഒ ക്യു മൈനസ് ഒ ആർ എന്ന് എഴുതാം. അത് ഈ റേഷ്യോ എന്നാണ്. നമ്മൾ ബി മൈനസ് ആർ എന്ന് എഴുതി. വെക്ടർ പി ആറിന് പകരം ഒ ആർ മൈനസ് ഒ പി എന്ന് എഴുതാം. അത് വെക്ടർ പി ആർ പ്ലസ് വെക്ടർ ഒ പി ഈസിക്കൽ വെക്ടർ ഒ ആർ എന്നുള്ള ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ടാണ് എഴുതിയത്. ആർ മൈനസ് എന്ന് എഴുതാം. ഇത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ആർ ക്യു m and n are positive scalar. We say that the point r divide pq internally in the ratio m/n എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നു. ആർ ക്യു ഈസ് ഈക്വൽ ടു നമുക്കൊരു k ടൈംസ് പി ആർ എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? they are collinear. they are collinear. ഇനി കൊളീനിയർ ആയതുകൊണ്ട് നമുക്ക് ആ കേക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? ആർ ക്യു ഈസ് ഈക്വൽ ടു എത്ര എഴുതാം? അത് n/m എന്ന് വിളിച്ചു, പി ആർ എന്ന് വിളിച്ചു. കാരണം ആർ ക്യൂന് പകരം ഞാൻ എന്തെന്ന് വിളിച്ചു? n/m. അതിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു രീതിയിലോട്ട് വന്നിരിക്കും. കാരണം ഈ കെ എന്ന് പറയുന്നത് n/m ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? m ടൈംസ് ബി മൈനസ് ആർ. ഓൾറെഡി നമുക്ക് ആ ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. കാരണം ആ കോൺസ്റ്റന്റ് കെ, കാരണം എന്തുകൊണ്ടാണ്? ദേ ആർ കൊളീനിയർ ആയതുകൊണ്ടാണ് ആർ ക്യൂ ഈക്വൽ ടു കെ ടൈംസ് പി ആർ എന്ന് എഴുതാം. നമുക്കറിയാം ആർ ക്യൂ ബൈ പി ആർ എന്ന് പറയുന്നത് എത്രയാണ്? പ്രീവിയസ് പേജ് ചെയ്താണ്. ആർ ക്യൂ ബൈ പി ആർ എന്ന് പറഞ്ഞാൽ n/m ആണ്. ഓക്കെ, ആർ ക്യൂ ബൈ പി ആർ ഈ ഒരു റേഷ്യോയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യാവുന്നത് കൊണ്ട് നമുക്ക് ഇതിങ്ങനെ റേഷ്യോ കയ്യിലുണ്ട്. ഓക്കെ, ആർ ക്യൂ ബൈ പി ആർ എന്ന് പറയുന്നത് എത്രയാണ്? n/m ആണ്. അതങ്ങ് സപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ബി മൈനസ് ആർ ഈസ് ഈക്വൽ ടു n/m ആർ മൈനസ് എ എന്ന് കിട്ടും. ആർ മൈനസ് എ എന്ന് കിട്ടും. അതിനെ റീഅറേഞ്ച് ചെയ്യുക. എം ടൈംസ് ബി മൈനസ് ആർ ഈസിക്കൽ എൻ ടൈംസ് ആർ മൈനസ് എ. ഒന്നുകൂടെ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. എം ബി മൈനസ് എം ആർ എൻ ആർ മൈനസ് എൻ എ എന്ന് വരും. റീഅറേഞ്ച് ചെയ്ത എം ബി പ്ലസ് എൻ എ ഈസ് ഈക്വൽ ടു ആർ ടൈംസ് എം പ്ലസ് എൻ എന്ന് കിട്ടും. വെക്ടർ ഫോമിൽ എഴുതി കഴിയുമ്പോൾ ഇതാണ് റിസൾട്ടന്റ് കിട്ടുന്നത്. ഹെൻസ് എ പൊസിഷൻ വെക്ടർ ഓഫ് ആർ വിച്ച് ഡിവൈഡ് പി ക്യൂ ഇന്റേണലി ദ റേഷ്യോ m/n. ഓക്കെ, പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് പോയിന്റ് ആർ വിച്ച് ഡിവൈഡ് പി ക്യൂ ഇൻ ദ റേഷ്യോ എന്തായിരിക്കും? m/n എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കണം, അത് m/n റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, എം ബി, ഈ എം ഫസ്റ്റ് റേഷ്യോ സെക്കൻഡിന്റെ പൊസിഷൻ കോർഡിനേറ്റ് പ്ലസ് എൻ സെക്കൻഡിന്റെ റേഷ്യോ ടൈം ഫസ്റ്റിന്റെ പൊസിഷൻ കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ m പ്ലസ് എൻ. ഇത് m/n ഡിവൈഡ് ചെയ്യണം. ഇതിന്റെ പൊസിഷൻ കോർഡിനേറ്റ് ബിയും എയും ആണെങ്കിൽ ഇത് എം ബി പ്ലസ് എൻ എ. ആ പാറ്റേൺ ശ്രദ്ധിച്ചോണം. എം ബി, എം ബി, എൻ എ, ഇത് എൻ, ഇതേ, ആ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചോണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏത് കിട്ടും? ഒ ആർ കിട്ടും. അടുത്ത കേസ് 2, ആർ ഡിവൈഡ് പി ക്യൂ എന്തായിരിക്കും? എക്സ്റ്റേണലി. ഇവിടെ പി ക്യൂവിനെ എക്സ്റ്റേണലി ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ക്യൂ എന്ന് പറയുന്ന ആകെ എത്രയേ ഉള്ളൂ? ഓക്കെ, പി ക്യൂ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ആകെ ഇത്രയേ ഉള്ളൂ. പി ക്യൂ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ.
ഇവിടുന്ന് ആർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എം, ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് ആണ് എൻ. അതാണ് എക്സ്റ്റേണലി ഡിവൈഡ് ചെയ്യുന്നത്. പിയുടെയും ക്യൂ എന്ന് പറയുന്ന ലൈനിന്റെ വെളിയിലാണ്. ഓക്കെ, ഇവിടെ ഇതുപോലെ തന്നെ എന്താണ്, പഴയ പോലെ തന്നെ നമുക്ക് പ്രൂഫ് ചെയ്യാം. എന്തായിരിക്കും, വെക്ടർ പോയിന്റ് ആർ എന്തായിരിക്കും, പൊസിഷൻ വെക്ടർ പോയിന്റ് ആർ വിച്ച് ഡിവൈഡ് ദ ലൈൻ സെഗ്മെന്റ് പി ക്യൂ. നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റ് പൊസിഷൻ വെക്ടർ എ ആണ്, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് പൊസിഷൻ വെക്ടർ ബി ആണ്. പൊസിഷൻ വെക്ടർ പോയിന്റ് ആർ തന്നിട്ടുണ്ട്, അതിന്റെ പ്രതി വിച്ച് ഡിവൈഡ് ദ ലൈൻ എക്സ്റ്റേണലി. ശ്രദ്ധിച്ചോണം, എക്സ്റ്റേണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ പി ക്യൂ ഏതാണോ പി ക്യൂവിന് വെളിയിലായിരിക്കും എ എന്ന് പറയുന്ന ആ ലൈൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം, ഇതാണ് നമ്മുടെ പി ക്യൂ എങ്കിൽ പോയിന്റ് എവിടെയായിരിക്കും, വെളിയിൽ ഇവിടെയായിരിക്കും. അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, സച്ച് എ വേ ദാറ്റ് എന്തായിരിക്കും, പി ആർ ബൈ ക്യു ആർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, പി ആർ ബൈ ക്യു ആർ എം ബൈ എൻ ആണെങ്കിൽ ഒ ആറിന്റെ കോർഡിനേറ്റ് എത്രയാണ്, എം ബി മൈനസ് എൻ എ ബൈ എം മൈനസ് എൻ. നമുക്ക് പ്രൂവ് ചെയ്യാം, പ്രൂഫ് നോക്കേണ്ട കാര്യമില്ല. അതുപോലെ സ്പെഷ്യൽ കേസ് എം ഈസ് ടു എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, കേസ് 1 എം ഈസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയിരിക്കും മിഡ് പോയിന്റ് ഒ ആർ എന്ന് പറയുന്നത് എത്ര കിട്ടും, എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. കാരണം എന്തുകൊണ്ടാണ്, എം എ എം ബി പ്ലസ് എൻ എ ഡിവൈഡഡ് ബൈ 2 എം പ്ലസ് എൻ എന്നുള്ളതാണ്. എം ഈക്വൽ ടു എൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തമ്മിൽ എന്താകും, ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് എ പ്ലസ് ബി ബൈ 2 എന്നുള്ളൊരു പൊസിഷൻ വെക്ടർ